എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മത്സ്യത്തിന് പുറമെ ബീഫിനും ചിക്കനും പച്ചക്കറിക്കും വില കൂടുതലാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും സുനാമി ഇറച്ചി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് എന്ന വിവരം 2017 മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ഇടെയായി നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നിന്നും സുനാമി ഇറച്ചി പിടിച്ചെടുക്കുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ പിടിച്ചെടുക്കുന്നതും നടപടിയെടുക്കുന്നതും വളരെ ചുരുക്കമാണ്. അടുത്ത കാലത്ത് സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധ മൂലം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പരിശോധനകൾ ശക്തമാക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരം പരിശോധനയിൽ സുനാമി ഇറച്ചി പിടിച്ചെടുത്തു എന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ എന്താണ് സുനാമി ഇറച്ചി എന്നതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഇതെന്താണ്, ഇത് കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമാക്കുകയാണ് വീഡിയോയിൽ. മാംസാഹാരം കഴിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. എന്താണ് സുനാമി ഇറച്ചി എന്നുള്ളത് ആദ്യം നോക്കാം. സംസ്ഥാനത്ത് 2 തരത്തിലുള്ള മാംസം ലഭ്യമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഒന്ന്, വൃത്തിയുള്ള സ്ഥലത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് കശാപ്പ് ചെയ്യുന്ന ഫ്രഷ് ആയതും കൃത്യമായി ഫ്രഷ് ചെയ്തതുമായ മാംസം. 2, ചത്ത മൃഗങ്ങളുടെ അടക്കം ഇറച്ചി അപകടകരമായി വിപണിയിൽ എത്തിക്കുന്നത്. ഇവ ശരിയായ രീതിയിൽ കശാപ്പ് ചെയ്യാത്ത മൃഗങ്ങളുടേതോ ശാസ്ത്രീയമായി ഫ്രീസ് ചെയ്യാത്ത ഇറച്ചി എന്നിവയാണ് സുനാമി ഇറച്ചി എന്ന് പറയുന്നത്. എന്നാൽ കോഴിയുടേതോ കാലിയുടേതോ മറ്റു തരത്തിലുള്ളതോ മാംസങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അസുഖം മൂലം ചത്തുപോയ മൃഗങ്ങളുടെ ഇറച്ചി വരെ ഈ ഇനത്തിൽ ഉൾപ്പെടുന്നു. ഇത് പലപ്പോഴും പൊതു വിപണിയിലല്ല വിൽക്കുന്നത്. ഹോൾസെയിലായി ഹോട്ടലുകളിലും ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലുമാണ് എത്തിക്കുന്നത്. താരതമ്യേന പകുതിയോ അതിൽ കുറവോ ആണ് സുനാമി ഇറച്ചിയുടെ വില കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ വിൽപ്പന വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഇത് കഴിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതര അപകടത്തിലേക്ക് സുനാമി ഇറച്ചിയുടെ ഉപയോഗം നിങ്ങളെ എത്തിക്കുന്നതാണ്. കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ആരോഗ്യമുള്ളതായിരിക്കണം എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ മാംസ വിഭവങ്ങളാണ് കേരളത്തിൽ ഒരു വർഷം തീന്മേശയിൽ എത്തുന്നത്. ഇതെല്ലാം എത്രത്തോളം ആരോഗ്യകരമാണ്, എത്രത്തോളം ശുദ്ധമാണ് എന്ന കാര്യം നമ്മുടെ രോഗങ്ങളുടെ കണക്കിൽ തന്നെ വ്യക്തമാണ്. ആരോഗ്യം നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം സുനാമി മീറ്റാണോ ഫ്രഷ് മീറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് ജന്തുജന്യ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബാധിക്കുന്നത് ജന്തുജന്യ രോഗങ്ങൾ തന്നെയാണ്. ഇതിൽ തന്നെ ആന്ത്രാക്സ് പോലുള്ളവ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറകിൽ സുനാമി മീറ്റ് പോലുള്ള മാംസ ആഹാരങ്ങളുടെ പങ്ക് നിസ്സാരമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ബാസിലസ് ആന്ത്രാക്സ് എന്ന ബാക്ടീരിയയാണ് ആന്ത്രാക്സ് എന്ന ഗുരുതര രോഗത്തിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം. രോഗാവസ്ഥയിലുള്ള മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിൻ്റെയോ ഭക്ഷിക്കുന്നതിൻ്റെയോ അടിസ്ഥാനത്തിലാണ് രോഗം ബാധിക്കുന്നത്. മരണത്തിലേക്ക് വരെ നമ്മളെ എത്തിക്കുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അത്രയേറെ അപകടങ്ങളാണ് പഴകിയ ഇറച്ചി അഥവാ സുനാമി ഇറച്ചി നമുക്ക് നൽകുന്നത്. പനി, ഛർദി, വയറിന്റെ അസ്വസ്ഥത, വയറിളക്കം, ഡയേറിയ, ശ്വാസതടസ്സം തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിക്കാറുണ്ട്. വളരെയധികം ഗുരുതരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം അവസ്ഥയിൽ പെട്ടുകഴിഞ്ഞാൽ ഡോക്ടറെ കാണുകയും കൃത്യമായ പ്രതിരോധ നടപടികൾ എടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം ജീവൻ വരെ നഷ്ടമായേക്കാനുള്ള സാധ്യതയുണ്ട്. സുനാമി ഇറച്ചികളായിട്ടുള്ള പഴയ ചിക്കനോ ബീഫോ മാത്രമല്ല, കേടായ ഏത് മാംസവും, അതായത് നമ്മുടെ വീട്ടിൽ നല്ല ഇറച്ചിയാണ് എന്ന് കരുതി വാങ്ങിയത് പഴകിയാൽ പോലും കേടായ ഏത് മാംസവും കഴിക്കുന്നത് വളരെയധികം അപകടകരമാണ്. ഇത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിഗുരുതരമായ ബാക്ടീരിയകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായി മനുഷ്യർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നതാണ്. ഇത് രക്തത്തിൽ കലർന്ന് മരണം വരെ സംഭവിക്കാം. സാൽമോണല്ല ഷിഗാടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കോളിക്
ബാക്ടീരിയകൾ, STEC എന്നിവയെല്ലാം ദോഷകരമായി ശരീരത്തെ ബാധിക്കുന്ന ബാക്ടീരിയകൾ ആണ്. പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം എന്നതാണ് പലരും ഇത് നിസ്സാരമായി വിടുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നവർ കൃത്യമായിട്ടുള്ള നല്ല ഇറച്ചി തന്നെയാണ് അത്തരം സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കുറഞ്ഞ വിലക്ക് തുച്ഛമായ ലാഭം നോക്കി ഇത്തരം മാംസാഹാരങ്ങൾ കഴിക്കുന്നത് ജീവന് തന്നെ ഭീഷണിയാണ്. ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.